ഹലോ ഗായ്സ്, ഡ്രാഗൺ മോൻ്റെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ ഹലോ ഗായ്സ്, എല്ലാം മച്ചന്മാർക്കും ബണ്ണി ടെക്കീസിൻ്റെ മറ്റൊരു കിടുകാച്ചി ഗെയിം പ്ലേ വീഡിയോയിലോട്ട് സ്വാഗതം. യെസ്, നമ്മൾ ഡ്രസ്സ് മാറി പുതിയ പുതിയ ലുക്കിലോട്ട് മാറിയിട്ടുണ്ട്. സ്യൂട്ടപ്പായിട്ടുണ്ട്. സ്യൂട്ട് നമ്മൾ സ്യൂട്ട് കേസൊക്കെ ഇതാക്കിയിട്ട് ഇപ്പം നമ്മളൊരു വെറും ഒരു പ്ലെയർ മാത്രമല്ല, ഒരു സെർവറിൻ്റെ അംഗം കൂടി ആയിരിക്കുകയാണ്. നമ്മുടെ ടീം ഡെഡ്ലിയുടെ ഡെത്ത് നാർക്കി സീസൺ 2 ലോഞ്ച് ആയിട്ടുണ്ട്. സോ ആ ഒരു സെർവറിൻ്റെ ഒഫീഷ്യൽ ടീമിലുള്ള ഒരു അംഗം എന്ന നിലയ്ക്ക് ഞാൻ പിന്നെ ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഞാൻ പിന്നെ കടയിൽ പോയി ഒരു കിടൽ സ്യൂട്ടൊക്കെ മേടിച്ച് സ്യൂട്ടപ്പായി നിൽക്കുകയാണ്. കുറച്ച് കാലത്തേക്ക് ഈ സ്യൂട്ട് ഉണ്ടാവും, കുറച്ച് കാലത്തേക്ക് ഈ ഷോ ഉണ്ടാവും. ഇപ്പം ഭാരതത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് ദിവസം നമ്മൾ ബേസിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ബേസൊക്കെ അത്യാവശ്യം കാര്യങ്ങളിലൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ സ്പോണിൽ എത്തിക്കുകയാണ്. സ്പോണിൽ വന്ന് നോക്കിയപ്പോഴാണ് ഇത് പോർട്ടൽ ഇതുപോലെ ആക്കിയിട്ടുണ്ട്. നൈസ്. ആദ്യം അവിടെ ആയിട്ടൊരു ചെറിയ പോർട്ടലായിരുന്നു, ബട്ട് ഇപ്പോൾ ഒരു വലിയ പോർട്ടൽ തന്നെ ഇവിടെ എന്താ പറയുക ചെയ്തു വെച്ചിട്ടുണ്ട്. ഡാക്കൂൺ, ഹലോ ഹലോ ഹലോ. എന്തൊക്കെയുണ്ട് വർക്കുകളൊക്കെ? ഒരു അഡ്വാൻസ്മെന്റ് എടുക്കാൻ പോവാ. ഏതാണത്? മോബ് കബൂബ്. എന്ത്? മോബ് കബൂബ്. എല്ലടിക്ക് എല്ല് എല്ല്. എല്ല്. എന്നിട്ട് സ്പിയർ കണ്ട? ഓ, അതാണ് ഹിറ്റ് 5 mobs in the same ഓ നൈസ്. ചെയ്താ പറ്റൂലേ? മോബ് വില്ലേജർ മോബാണ്. എന്റെ പുതിയ സ്യൂട്ട് എങ്ങനെയുണ്ട്? സ്കിന്ന് നിനക്ക് /സ്കിന്ന് URL അടിക്കട്ടെ. ഇപ്പോഴോ? എന്റെ സ്കിന്ന് എന്റെ ബിൽഡ് അതാ നിക്കുന്നു. എന്റെ ബിൽഡ് അതാ ഒന്നും രണ്ടല്ല, കൊറേ ബിൽഡ് ഉണ്ട്. അത് മൊത്തം എന്റെ ബിൽഡാ. ഐലൻഡ് ഫുൾ എന്റെതാ. ഓക്കെ, ബൈ 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 ബൈ. ഉണ്ടാക്കുന്നത് FT2 സ്കിൻ ഇട്ടുകൊണ്ട് പോയി. എൻ്റെ സ്കിന്ന് കാണുന്നില്ല ഗേസ്. വൈ? ഞാൻ എൻ്റെ സ്കിൻ രജിസ്റ്ററിലൊക്കെ ഇട്ടല്ല, എന്നിട്ട് എൻ്റെ സ്കിന്നും അറിയില്ല. എന്തോ പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, വാട്ടെവർ, അതെന്തെങ്കിലും ആവട്ടെ. ആൻഡ് ഇവിടെ നോക്കിയാൽ ഈ ബിൽഡ് പ്രോഗ്രസ് ആവുന്നുണ്ടോ എന്ന് നോക്കിയാൽ അറിയത്തില്ല കേട്ടോ. എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അറിയാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് ആ ഒരു മെയിൻ സംഭവം. ഇത്രയും വലിയ ബിൽഡായതുകൊണ്ട് ഇതിൽ ചെറിയ എന്തെങ്കിലും മാറ്റങ്ങൾ ഓരോ ദിവസം വരുന്നുണ്ടെങ്കിലും നമുക്കത് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. എന്തായാലും നമ്മളിപ്പോൾ നോക്കണ്ട, അവർ ആ ബിൽഡ് അടിപൊളിയായിട്ട് ചെയ്യട്ടെ. ഈ ബിൽഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത ഈ ബിൽഡാണ്, അത് കംപ്ലീറ്റ് ആക്കട്ടെ. എൻ്റെ ഇവിടെ നോക്കിയാൽ ഇത് ക്ലോക്ക് ടവർ അല്ല, ഒരു നെതർ പോർട്ടലിന് വേണ്ടിയുള്ള എന്ത് സംഭവമാണ്. എൻ്റെ ഇവിടെ നോക്കിയ ഒരു കിടിലൻ ട്രീ ഹൗസ്. ഇതെനിക്ക് നല്ല ഇതൊക്കെ ഇഷ്ടപ്പെട്ടു. ഇത് മിക്കവാറും ഞാൻ എൻ്റെ അടുത്ത ഏതെങ്കിലും സീരീസിൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഭയങ്കര രസമുണ്ട് കാണാനാണെങ്കിലും. എന്താ പറയുക, ഈ ഷെയ്ഡറൊക്കെ ഇട്ടിട്ട് കണ്ട അതിൻ്റെ ഒരു ഫീല് കണ്ടില്ലേ നിങ്ങൾ? ആൻഡ് ഇവിടെ വേറൊരു ബിൽഡും കൂടി ഇരിപ്പുണ്ട്. ഇതാരുടെ ബേസ് ആണെന്നല്ല, ഇത് ബേസ് ആണോ അല്ലെങ്കിൽ ബിൽഡാണോ എന്നുള്ള അറിയത്തില്ല. എന്തോ ഒരു കൈൻഡ് ഓഫ് കൊട്ടാരം പോലത്തെ ഒരു സംഭവമാണ്. ഏൻഷ്യൻ്റ്, അതായത് മെഡീവൽ സംഭവമാണ് പിടിച്ചേക്കുന്നത്. അതെന്തായാലും കൊള്ളാൻ രസമുണ്ട് കാണാനായിട്ട്. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു വൈബ് ഉണ്ട് കാണാൻ. ഓക്കെ, അപ്പോൾ ആ പോകുന്ന വഴിയുണ്ടല്ലോ, ആ വഴി എനിക്ക് എൻ്റെ ഇതിലോട്ട് കണക്ട് ചെയ്യണം. ആൻഡ് കണക്ട് ചെയ്ത് നമ്മളിങ്ങനെ വന്നിട്ട് എൻ്റെ ഐലൻഡിലോട്ട് എത്തുമ്പോൾ ഇതുപോലൊരു ആർച്ച് കാണാനായിട്ട് ഒരു എന്താ രസം. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത സമയത്ത് ഒരു ക്രിയേറ്റർ ഉണ്ടാക്കിയൊരു ഇതാണ്. കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനിതിവിടെ ഉണ്ടാക്കി വെച്ചു, ഒന്നും നോക്കിയില്ല. ആൻഡ് ഇവിടെ നോക്കുമ്പോൾ ഇത് മുന്നേ നമ്മൾ വെച്ചതാണ്. ബിൽഡ് ഓഫ് ബണ്ണി ടെക്കീസ് എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് നമ്മളിവിടെ വെച്ചതാണ്. ആൻഡ് അതിങ്ങനെ കണ്ട് നടന്നു വരുമ്പോൾ ഈ സൈഡിലുള്ള ഫാമും സംഭവങ്ങളൊക്കെ നോക്കി FTTനെ കാണാം, നേരെ നോക്കിയാൽ സുധീനെ കാണാം, ATGനെ കാണാം, സൈഡിലൂടെ നമ്മളെ ടെക്നോബ്ലേഡിനെ കാണാം, അൾട്രോണിനെ കാണാം. അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ ഈ വഴിയിലൂടെ ഈ പാത്ത് കണ്ടിട്ട് ഈ പാത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് നമുക്ക് 2 ഏരിയയിലോട്ടോ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ടെക്നോബ്ലേഡിന് എന്താ പറയുക കുറച്ചുകൂടി അടിപൊളിയായിട്ട് കാണാം. ഈ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മളൊരു കസ്റ്റം വില്ലേജ് അല്ലെങ്കിൽ ഒരു കസ്റ്റം ബിൽഡ് ഏരിയ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. എൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു വീട്. ഇത് കൊള്ളാലോ അല്ലേ? എന്ത് പറയുന്നു? എങ്ങനെയുണ്ട് ഈ ഒരു ബിൽഡ്? സെറ്റല്ലേ? ആൻഡ് ഈ ഒരു ബിൽഡ്
ഒക്കെ അടിപൊളിയല്ലേ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇവിടെയും കൂടി ഒരു വീട് ഉണ്ടാക്കണം. അതാണ് ഈ ഏരിയ കണ്ട താത്തിയതാക്കിയത്, നമ്മളെ വ്യൂവിനെ ബാധിക്കിയത്. ഇവിടെ നിൽക്കുമ്പോൾ ഇതേ ഹൈറ്റിലാണെങ്കിൽ ഈ ടെക്നോബ്ലേഡിന്റെ സ്റ്റാച്ചു നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ ഏരിയ ഒന്ന് അങ്ങോട്ട് താത്തി ഇനി അവിടെ ഒരു ബിൽഡ് ഉണ്ടാക്കും. അപ്പോൾ ടെക്നോബ്ലേഡിന്റെ സ്റ്റാച്ചു എന്തായില്ല എന്ന് നമ്മുടെ സിവിലൈസേഷൻ ഉണ്ട് എന്ന രീതിയിൽ ഇതാക്കാനായിട്ട് പറ്റും. ആ ഒരു സെറ്റപ്പ്. പിന്നെ ഇങ്ങനെ നടന്ന് ഓടി വന്നിട്ട് കൂടിങ്ങനെ ഓടി വരുമ്പോൾ അതെ ഇവിടെ ഒരു വിൻമില്ല് ആ ഒരു സംഭവം അതാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെയൊക്കെ ഇൻറ്റീരിയറും ഉണ്ട് കേട്ടോ. ഇൻറ്റീരിയർ ഈ സ്പൈറൽ സ്റ്റെയർ വെച്ച് ഇങ്ങനെ കയറി ഏറ്റവും മുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ചെസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കാനായിട്ട് പറ്റും ഈ സാധനം കറങ്ങുന്നുണ്ടോ എന്നുള്ളത്. ഏത് ആ ഒരു സെറ്റപ്പ്. ആൻഡ് ഇവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരു തവള ഇരിപ്പുണ്ട്. ഞാൻ എന്താ പറയുക റീപ്ലേയിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാം. അത് ഭയങ്കര രസമാണ് കാണാനായിട്ട് ഒരു തവള. പിന്നെ ഇങ്ങനെ ഓടി വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫൗണ്ടെയിൻ. ഏത് സെറ്റല്ലേ ഒരു ഫൗണ്ടെയിൻ. അതിൻ്റെ രണ്ട് സൈഡിലൂടെ നമുക്കിങ്ങനെ ഓടി നടക്കാനായിട്ട് പറ്റും. ആൻഡ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ ഒരു ഏരിയ കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോയിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവും കംപ്ലീറ്റ്ലി എന്താ പറയുക ഒരു ബ്രോക്കൻ ഏരിയ എന്നൊക്കെ പറയാൻ പറ്റും. കാരണം എനിക്ക് തോന്നുന്നു എല്ലാവരും സാൻഡൊക്കെ എടുത്തത് ഇവിടെ നിന്നായിരിക്കണം. അതാണ് ഇങ്ങനെ കിടക്കുന്നത്. ഈ ഒരു ഇത് കണ്ട ഇതേപോലെയെന്ന് ഇവിടെയും. അപ്പം ഞാൻ ഇതൊന്ന് ഫ്ലാറ്റാക്കി ഇനി ഈ ഏരിയകളൊക്കെ ഒന്ന് ഫ്ലാറ്റാക്കിയിട്ട് ഇവിടെയും പറ്റുകയാണെങ്കിൽ ഓരോരോ ബേസും ഓരോ കാര്യങ്ങളും ഓരോ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ഈ ഏരിയ എന്ത് ചെയ്യണം ഒരു അടിപൊളി ആക്കി എടുക്കണം. അല്ലെങ്കിൽ പിന്നെ അവിടെ എത്തിയിട്ട് ഈ ഐലൻഡ് രണ്ടെണ്ണം ആക്കണം. മനസ്സിലായില്ലേ? ഇതൊരു ഒറ്റ ഐലൻഡായിട്ട് എൻ്റെ സ്വന്തം ഐലൻഡ്. ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ബണ്ണി ഐലൻഡ്. എൻ്റെ ഇവിടെ ഒരു കുതിര ഉണ്ടെന്നല്ല എൻ്റെ അതെ ഒരു മറ്റേ കുതിരേനും കെട്ടിയുണ്ട്. ഞാൻ എടുത്തുകൊണ്ട് വന്ന് ഞാൻ അവിടെ വുഡ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ടതാണ്. അപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് എടുത്തിട്ട് പോന്ന്. അല്ല പിന്നെ ഒരു കുതിര നമുക്ക് ഉണ്ടായിക്കോട്ടെ. സ്വന്തമായിട്ടൊരു കുതിര ഉണ്ടാകുമ്പോൾ ഭയങ്കര രസമല്ലേ അത്. കുതിര ഇവിടെ ഇരിക്കട്ടെ, ഇവിടെ ഓടി കിടക്കട്ടെ. ആൻഡ് അതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഓരോരോ ചെറിയ സംഭവങ്ങളൊക്കെ വരും. ഇവിടെ കുറച്ച് ഇതാക്കണം, എന്താ പറയുക ചെടികൾ വളർത്തണം. പിന്നെ കുറച്ച് പേര് ഇൻസ്റ്റാഗ്രാമിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട് അത് വൺ പീസിലെ കപ്പിൽ. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ കാണാത്തതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. വൺ പീസിൽ ആ ഒരു കപ്പിൽ ഉണ്ടാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ട്രൈ ചെയ്യാം. ഇവിടെ ഒരു പോർട്ടൽ വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പോർട്ടൽ. അല്ല ആ പോർട്ടലിൻ്റെ ബാക്കിലായിട്ട് അല്ലെങ്കിൽ ഈ ബിൽഡിങ്ങിൻ്റെ ബാക്കിലായിട്ട് ആ ഒരു സൈഡിലോ അവിടെ എവിടെയെങ്കിലായിട്ട് നമുക്ക് ആ ബിൽഡ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ അവിടെ വേണ്ട അവിടെ വേണ്ട. ഏതായാലും ഇങ്ങോട്ടേക്ക് വരികയല്ലേ, ഇവിടേക്ക് വന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു എംപ്റ്റി ഏരിയ ആണ്. അപ്പോൾ പിന്നെ അവിടെ ആയിട്ട് ഈ പറഞ്ഞ കപ്പലുണ്ടാക്കാം. പക്ഷെ ആ കപ്പലിൻ്റെ ഒരു ട്യൂട്ടോറിയലൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ യൂട്യൂബിൽ. ആരെയും ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വളരെ എളുപ്പമായനെ, ഇല്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് ചെയ്യണം. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ കേൾക്കാതിരിക്കും, നമ്മൾ ചെയ്തിരിക്കും. അത്ര ഒരു ഇതാണ് ചെയ്യുന്നത്. അതെ കിട്ടി കേട്ടാ അവനെ, കിട്ടി. പൊളി അവന് കില്ലടി അറ്റാക്കുണ്ട്. കറക്റ്റ് അവൻ എടുക്കുമെന്ന് പറഞ്ഞാൽ അവനത് എടുത്തു. സൂപ്പർ, അവനൊരു കില്ലാടി തന്നെ. ഇനി എന്താ പറയുക കുറച്ചുകൂടി റിസോഴ്സസ് കളക്ട് ചെയ്തിട്ട് വേണം അവിടെ ആയിട്ട് ബാക്കി ബിൽഡുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള. അതിൻ്റെ കൂടെ ചെറിയ ഫാം ഉണ്ട്, അതൊന്ന് ഇതാക്കണം. ബേസിക്കലി അവിടെ ഫാമിൻ്റെ ആവശ്യമില്ല. ഞാൻ ഈ ലൈറ്റ് ഉണ്ടല്ലോ, ഈ ലൈറ്റ് വെക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഫാം ഉണ്ടാക്കിയതാണ്. ചുമ്മാ ഒരു ലൈറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ അത് ബോറല്ലേ. അപ്പോൾ പിന്നെ ഞാൻ എന്തായത് ആ ലൈറ്റ് എന്തെങ്കിലും ഒരു പർപ്പസ് ആണല്ലോ, അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്താ. അതെ എൻ്റെ പോർട്ടലിൻ്റെ ആ വഴി കണ്ട. നമ്മളിത് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ നേരെ RS മൈൻക്രാഫ്റ്റിൻ്റെ ഇതിലോട്ട് വന്നു. ഇത് RS മൈൻക്രാഫ്റ്റ്. അതിൻ്റെ ഇവിടുന്ന് കുറച്ച് അപ്പുറത്താണ് എൻ്റെ ബേസ് വരുന്നത്. ഇവിടെ നിന്നിട്ട് നമ്മളിങ്ങനെ സൂം ഔട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്കായിട്ടാണ് എൻ്റെ ബേസ് വരുന്നത്. ഇതേ കണ്ട, ഈ ഭാഗത്തായിട്ട് എൻ്റെ ബേസ് വരുന്നുണ്ട്. അതിൻ്റെ ബേസ് നോക്കി കിഡ്ലിനായിട്ടൊരു ബേസ് അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അത് കൊള്ളാം. ഒരു പോണ്ട് ആടാ മോനെ. അത് ഈ സാധനം ഈ ഒരു അസൈലിയോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് മോസൊക്കെ വെച്ചിട്ട് കൊള്ളാം കേട്ടാ. അത് കൊള്ളാം, എനിക്കും വേണം ഇതേപോലെ ഒരു പോണ്ട്. അല്ലെ നമുക്ക് പോണ്ടിൻ്റെ ആവശ്യമില്ല, നമുക്ക് അത്രയും വലിയൊരു പോണ്ട് നമ്മൾ ഇവിടെ ഒരു 4 സൈഡിലായിട്ടുണ്ട്. നല്ല 2 സൈഡിൽ കൂട്ടി പറയണം നമുക്ക്. വീടിന് വാതിലൊന്നും ഇല്ലേ? വീടിന് വാതിലൊന്നും കാണാല്ലേ. എൻ്റെ ചെസ്റ്റൊക്കെ വിളിച്ചിട്ടുണ്ട്. എൻ്റെ ചെസ്റ്റിന് ആവശ്യമുള്ളൊന്നുമില്ല, അവിടെ ഇരിക്കട്ടെ. ആരാ? ഓ അവൻ്റെ 2 പട്ടിക്കുട്ടികൾ. അത് കൊള്ളാം. മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ മുകളിലും പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് നോർമൽ ഐറ്റംസ് തന്നെയാണ് ഉള്ളത്. ഒരു ബേസിൽ എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ രാവിലെ ആക്കിയിട്ട് പോവാം. ഓക്കെ, ഇനി ഇവിടുന്ന് നേരെ പറഞ്ഞ് എൻ്റെ ബേസിലോട്ട് പോകാം. ഇവിടുന്ന് ഏകദേശം ഒരു 500 ബ്ലോക്കിൻ്റെ ഡിഫറൻസ് മാത്രമേ
എന്താ പറയുക, നമുക്ക് എൻ്റെ വീട്ടിലോട്ടുള്ളൂ. നമ്മളെ നൈബറാണ് RS മൈൻക്രാഫ്റ്റ്. നമ്മളെ തൊട്ടടുത്തുള്ള ഒരു എന്താ പറയുക പ്ലെയർ എന്ന് പറയുന്നത് RS മൈൻക്രാഫ്റ്റ് ആണ്. സോ ദറ്റ് ഈസ് നൈസ്. ഇന്ന് എനിക്ക് ഇത് വേണം, ഒരു പട്ടിക്കുട്ടി വേണം. ഞാൻ ഇതുവരെ ഈ ഭാരതത്തിനകത്തൊരു പെറ്റിനെ ടൈം ചെയ്തില്ല. അപ്പോൾ എനിക്ക് പട്ടിയെ വേണം. നമുക്ക് ഒരു സ്റ്റാക്ക് ബോൺ. അപ്പോൾ ഡോഗിന് എനിക്ക് എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ സ്പ്രൂസിൽ പോയി വെക്കാം. അവിടെയാണ് നമ്മളെ ക്ലാസിക് ഡോഗിനെ കിട്ടുക. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ സ്പോൺ ആവുമായിരിക്കും. ബഹൻ എവിടെയെങ്കിലും സ്പോൺ ആവണേടാ. വാടാക്കുട്ട സ്പോണായി വാ, നമുക്ക് വീട്ടിൽ പോവാം. സ്പോണായിട്ട് നമുക്ക് അവന് ആർമറൊക്കെ കൊടുക്കണം. ആർമറിന് നമുക്ക് ആർമഡില്ലോ ക്യൂട്ട് വേണം. അത് കിട്ടാൻ നമ്മൾ സവാനയെ പോകണം. ഓക്കെ, സവാന നമുക്ക് ഇവിടെ തൊട്ടപ്പുറത്തായിട്ടുണ്ട്. സവാൻ ഉണ്ടായാലും അമ്മരെങ്ങനെ സ്പോണോ, അങ്ങനെ റയർ ആയിട്ടൊന്നുമില്ല. സവാനയിൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഓടിക്കളിക്കണതാണ്. പക്ഷെ സത്യം പറയാലോ, ഈ ഭരതിനകത്ത് പട്ടി കുറച്ച് റയർ ആണെന്ന് എനിക്ക് പറഞ്ഞു തീർന്നില്ല. അപ്പോഴേക്കും കണ്ട് അയച്ച് കിട്ടൂല. ഡേ തമ്പി, ഓക്കെ, വെരി ഗുഡ്, സെറ്റ്. ഒരാളെയും കൂടി കിട്ടുമോ? എന്നാൽ പിന്നെ നൈസ് ആവുമായിരുന്നു. അവൻ എന്ത് പേരിടും? എന്തെങ്കിലും ഒരു വെറൈറ്റി പേര് വേണം. നോർമലി ഇടുന്ന പോലത്തെ ഒരു പേരൊന്നും വേണ്ട. റോക്കി, സൂണൻ, അങ്ങനത്തെ പേരൊന്നും വേണ്ട. എന്തെങ്കിലും വെറൈറ്റി ആയിരിക്കണം. ആര് കേട്ടാലും ഇങ്ങനെ വിറച്ച് പോകണം. അങ്ങനത്തെ ഒരു പേരിട്ടാലോ. എന്ത് പേരിടും? റുക്കീറ്റോ. അത് ഞാൻ ഉണ്ടാക്കിയത്, സെൽഫായിട്ട് ഉണ്ടാക്കിയൊരു പേരാണ്. ഇനി ഏതെങ്കിലും അനിമ ക്യാരക്ടറിന് ആ പേരുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ബട്ട് ഞാൻ എൻ്റെ ഒരു ക്യാരക്ടറിന്, എൻ്റെ ഒരു സ്ക്രിപ്റ്റിലെ ക്യാരക്ടറിന് കൊടുക്കാൻ വെച്ചൊരു പേരാണ് റുക്കീറ്റോ. ഞാൻ തിട്ടാലോ? അത് ഇടണോ? നിങ്ങൾ കമൻറ്റ് ചെയ്യുക. റുക്കീറ്റോ എന്ന് പേരിടണോ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ? കമൻറ്റ് ആവും. അതിൻ്റെ അവൻ വരൂലേ? വന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. നീ പറന്ന് വരുന്ന എനിക്കറിയാടാ മോനെ. ഇനി എനിക്ക് ധൈര്യമായിട്ട് രാത്രിയൊക്കെ പുറത്തിറങ്ങി നടക്കാം. അവനും വരും. ബാ. ഇനി ആർമഡില്ലോൻ്റെ ഒരു ഇതും കൂടി വേണം. നീ താഴ്ത്തിക്കുക. നീ തൽക്കാലം ഇപ്പോൾ വീട്ടിലിരിക്കി. ഞാൻ പോയിട്ട് ആർമഡില്ലോൻ്റെ സ്ക്യൂട്ടൊക്കെ എടുത്തിട്ട് വരാം. നീ താഴെ ഇവരെ നോക്കിയിരിക്കേ. ഇവർ പുറത്തിറങ്ങി പോകുന്നുണ്ടോ, ഒരു ചാടി പോകുന്നുണ്ടോ എല്ലാം നോക്കണം. ഓക്കെ, അതാണ് ഇന്നത്തെ എൻ്റെ വർക്ക്. എല്ലാം നോക്കി സെറ്റായിക്കണം. ഓക്കെ, സെറ്റ്. അവന്മാരൊക്കെ എന്താ സ്റ്റക്കായി നിൽക്കുന്നേ? അവന്മാരിങ്ങനെ സ്റ്റക്കായി നിൽക്കും കേസ്. എന്ത് തേങ്ങാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും ആവട്ടെ, അവന്മാരെ സ്റ്റക്കോ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അടച്ചിട്ടിട്ട് പോവാം. സോ ബ്രഷ്, അങ്ങനെ ബ്രഷ് കിട്ടി. ഈ ബോണയിലിരിക്കട്ടെ. ഇനി ഞാൻ പോയിട്ട് നേരെ ആ ഭാഗത്തായിട്ടാണ് നമ്മുടെ സവാന വരുന്നത്. സവാനയിൽ പോകുന്നു. നമ്മൾ ആർമഡിലോനെ ഈക്ലിയാക്കുന്നു. എന്നിട്ട് ഇതും കൊണ്ട് പോരുന്നു. യെസ്, മിഷൻ സക്സസ്ഫുൾ. ഇന്നത്തെ വീഡിയോ സെറ്റ്. 15 minutes later. അത് തന്നെ ആർമഡിലോ മോനെ. കുട്ട വന്നു. എത്ര എണ്ണം കിട്ടി? 4 എണ്ണം. ഒരു ഇതിനതാക്കാൻ എത്ര എണ്ണം വേണം? 5 എണ്ണം വേണം. ഓക്കെ, ഒരെണ്ണമായിട്ടായിരുന്നെങ്കിൽ ഞാൻ പെട്ടേന്നേട്ടാ. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ഇതാക്കി. സോ ആർമർ കിട്ടി. ഇനി ആർമറിന് കളർ അടിക്കാൻ പറ്റും എന്ന് എനിക്കറിയാം. സോ കളർ ഞാൻ എന്തിനു കൊടുക്കും? ഈ ഒരെണ്ണം കണ്ടിട്ടാണ് ഞാൻ ഒന്നും കൂടി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഡോണ്ട് സ്ലീപ്പ്. ഓക്കെ, കളർ ഞാൻ ഇപ്പോൾ ഏത് കൊടുക്കും? അല്ലേ ലൈറ്റ് ബ്ലൂ കൊടുത്താലാ? ലൈറ്റ് ബ്ലൂ കൊടുക്കാലാ? എൻ്റെ സ്കിൻ കളർ സെറ്റാണ്. ലൈറ്റ് ബ്ലൂ കൊടുക്കാം. വെറീസ് ലൈറ്റ് ബ്ലൂ. അതെ എടുക്കും. ആർമർ ഇട്ട് കൊടുക്കുമ്പോൾ അവൻ കളറാവുമെന്ന് വിചാരിക്കുന്നു. ഏടാ ഓരെ സെറ്റ്. നീ സൂപ്പറാടാ മോനെ, നീ സൂപ്പറാ. ഇപ്പൊ തന്നെ ആർക്കും തൊടാൻ പറ്റൂല. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണാം. നോക്ക്. ഓക്കെ, അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ടാണ്. ടാറ്റാ, ബൈ ഗൈസ്. ലവ് യു ഓൾ.